പ്രിയമുള്ളവരെ, ഇന്നത്തെ വാക്കരങ്ങിലേക്ക് സ്വാഗതം. അക്ഷരവും അരങ്ങും സംഗീതവും ചേർന്നുള്ള ഒരു ക്രോസ് ഓവറാണ്. ചുരുങ്ങിയ സമയം കൊണ്ട് ഒരു നോവലിൻ്റെ അന്തസത്തയിലേക്ക് ചെറിയൊരു വെളിച്ചം മാത്രം. ഇന്ന് മൾബറി എന്നോട് നിന്റെ സോർബയെക്കുറിച്ച് പറയൂ എന്ന ബെന്യാമിൻ്റെ കൃതിയെക്കുറിച്ച്. കേരളത്തിൻ്റെ വായനയുടെയും പുസ്തക പ്രസിദ്ധീകരണത്തിൻ്റെയും നവഭാവുകത്വം രൂപീകരിച്ചത് കേരള കവിത, ശിഖ, മൾബറി, ബോധി, സംക്രമണം, നിയോഗം തുടങ്ങി നിരവധി ചെറു പ്രസിദ്ധീകരണശാലകളും പ്രസിദ്ധീകരണങ്ങളുമായിരുന്നു. അതിൽ മൾബറി ബുക്സിൻ്റെയും അതിൻ്റെ എഡിറ്ററും പ്രസാധകനുമായ ഷെൽവിയുടെയും അയാളുടെ പാർട്ണറായിരുന്ന ഡേസിയുടെയും ജീവിതങ്ങളിലേക്ക് ഒരെഴുത്തുകാരൻ്റെ സർഗാത്മക സ്വാതന്ത്ര്യത്തോടെ ബെന്യാമിൻ നടത്തുന്ന യാത്രയാണ് മൾബറി എന്നോട് നിന്റെ കഥ പറയൂ എന്ന ഈ നോവൽ. കോഴിക്കോട്, 2018. നോക്കു സ്നേഹ, എനിക്ക് ആ മനുഷ്യരോട് വല്ലാത്ത അസൂയ തോന്നുന്നു. ഒരു കാലത്ത് മനുഷ്യർ പ്രണയിച്ചതിൻ്റെ, കൂട്ടുകൂടിയതിൻ്റെ, ആധി പൂണ്ടതിൻ്റെ, സങ്കടപ്പെട്ടതിൻ്റെ, കാഴ്ചകൾ കണ്ടതിൻ്റെ, സ്വപ്നങ്ങൾ പങ്കിട്ടതിൻ്റെയൊക്കെ ജീവിച്ചിരിക്കുന്ന തെളിവുകളാണ് ആ കത്തുകളൊക്കെ. അവരുടെ ജീവിതത്തിലെ ഓരോ നിമിഷവും അവരറിഞ്ഞോ അറിയാതെയോ ഭാവി കാലത്തിന് വേണ്ടി ഒപ്പിയെടുത്ത് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നു. എന്തൊരു മനോഹരമായ അനുഭവമാണത്. നമ്മളും അവരെ പോലെ സ്നേഹിക്കുകയും സ്വപ്നങ്ങൾ പങ്കിടുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ പഴയ കാലത്തേക്കാൾ മനോഹരമായി, കൂടുതലായി. എന്നാൽ നാം അത് ആർക്കു വേണ്ടിയും സൂക്ഷിച്ചു വെക്കുന്നില്ല സ്നേഹ. രാത്രിയിലെ ഒരു ക്ലിയർ ചാറ്റിലൂടെ നമ്മുടെ ഹൃദയങ്ങൾ മന്ത്രിച്ച വാക്കുകൾ അത്രയും ഒരു നിമിഷം കൊണ്ട് ഇല്ലാതായി പോകുന്നു, എല്ലാ കാലത്തേക്കുമായി. അതോടൊപ്പം മാഞ്ഞു പോകുന്നത് ചാറ്റിലെ കുറെ വാചകങ്ങൾ മാത്രമല്ല, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായ ചില നിമിഷങ്ങൾ കൂടിയാണ്. ആ നിമിഷത്തിൽ നമ്മുടെ ഉള്ളിൽ തുടിച്ചു നിന്ന ഹൃദയവികാരങ്ങൾ അത്രയുമാണ്. നാളെ ഓർത്തിരിക്കാൻ നമ്മുടെ കയ്യിൽ എന്തുണ്ട് ബാക്കി? നമ്മൾ എടുക്കുന്ന ഫോട്ടോകൾ പോലും ഫോൺ മാറുമ്പോൾ നഷ്ടപ്പെടാറുള്ളതല്ലേ സ്നേഹ? ഓർമ്മകളില്ലാത്ത, ജീവിച്ചതിൻ്റെയും പ്രണയിച്ചതിൻ്റെയും സങ്കടപ്പെട്ടതിൻ്റെയും തെളിവുകളില്ലാത്ത നമ്മുടെ ഭാവി എത്ര വരണ്ടതായിരിക്കും. പഴയ മനുഷ്യരോട്, അവരുടെ കാലത്തിനോട് എനിക്ക് വല്ലാത്ത അസൂയ തോന്നുന്നു. എന്നെങ്കിലും നീ എനിക്കൊരു കത്തെഴുതണം സ്നേഹ, മരണത്തിനപ്പുറം പരസ്പരം ഓർത്തിരിക്കാൻ. ഡിക്ക് അസൂയ തോന്നിയത് സാക്കിസിനോടും എലിനിയോടുമാണ്. ആ രാത്രി മുഴുവൻ അവൾ എഴുന്നേറ്റിരുന്ന് നിക്കോസ് കസാൻസാക്കിസ്, എ ബയോഗ്രഫി ബേസ്ഡ് ഓൺ ഹിസ് ലെറ്റേഴ്സ് എന്ന പുസ്തകത്തിലെ കത്തുകൾ ഒന്നൊന്നായി എണ്ണി നോക്കി. ജീവിതവും പ്രണയവും സങ്കടവും ഭാരവും പ്രത്യാശയും പങ്കുവയ്ക്കുന്ന 549 കത്തുകൾ. സാക്കിസിന്റെ ജീവിതത്തിലെ ഒരു നിമിഷം പോലും ആ കത്തുകളിലേക്ക് പകർത്തപ്പെടാതെ പോയിട്ടില്ല. അവൾ ആ പുസ്തകമെടുത്ത് പരിഭാഷ പുനരാരംഭിച്ചു. ഈ പുസ്തകത്തിലെ ചില കത്തുകളും കവിതകളുമാണ് ഈ വാക്കരങ്ങ് പിൻപറ്റുന്നത്. ഏതൻസ്, 2023. ഞാൻ ഡെയ്സി, 60 വയസ്സുകാരിയായ ഞാൻ സാക്കിസിന്റെയും സോർബയുടെയും ഗ്രീസിലേക്ക് യാത്ര തിരിച്ചു. അവിടെ അക്രോപോളിസിന്റെ കൽപ്പടവുകളിലൂടെ നടന്നു പോവുകയാണ്. ഹോയ് ഹോയ്, സോളോ യാത്രക്കാരിയാണല്ലേ? അതെ. എന്നെ കൂടെ കൂട്ടിയാലേ ഞാൻ നല്ല കിടിലം ഫോട്ടോസ് എടുത്തു തരാം. കിടിലം ഫോട്ടോസ് എടുക്കാൻ എൻ്റെ ഉഗ്രൻ സെൽഫി സ്റ്റിക്ക് ഉണ്ട്. അല്ല, നിങ്ങൾ ഈ സോളോ യാത്രക്കാരൊക്കെ ഭയങ്കര സ്വാർത്ഥരാണ്. അയ്യോ, അങ്ങനല്ല. ഈ കാണുന്ന കാഴ്ചകളും അനുഭവങ്ങളും വേറെ ആരോടും പങ്കുവയ്ക്കുന്നില്ലല്ലോ. പങ്കുവെക്കുന്നില്ലെന്ന് ആര് പറഞ്ഞു? അതിനു വേണ്ടിയിട്ടാണ് പുത്തൻ ഒരെണ്ണം വാങ്ങിയത് തന്നെ. ഫോട്ടോസ് ഓക്കെ, അപ്പൊ അനുഭവങ്ങളോ? പിന്നെ നിങ്ങളൊരു പോർച്ചുഗീസുകാരിയല്ലേ? കൊള്ളാം. നിങ്ങളെ കണ്ടാൽ അറിയാം നിങ്ങളൊരു പോർച്ചുഗീസുകാരിയാണെന്ന്. എനിക്കും അത് തന്നെയായിരുന്നു ആഗ്രഹം. പോർച്ചുഗീസ് മഹാരാജാവ് മാനുവൽ ഒന്നാമന്റെ കൊട്ടാരത്തിൽ തന്നെ ജനിക്കണമെന്ന്. എന്ത് ചെയ്യാനാ, നിർഭാഗ്യവശാൽ അത് സാധ്യമായില്ല. എനിക്ക് ഒരു പ്രത്യേകതരം കഴിവുണ്ട്.
ചില ആൾക്കാരുടെ മുഖം നോക്കി അവരെ വംശം പറയാനുള്ള കഴിവ് അതിൽ 100-99% കറക്റ്റാണ്. എന്നാ ഞാൻ ബാക്കി വന്ന ആ 1% കൂട്ടിയാ മതി. നിങ്ങൾക്ക് എന്റെ വസ്ത്രം കണ്ടിട്ട് പോലും മനസ്സിലായില്ലേ മനുഷ്യ? ഞാനൊരു ഇന്ത്യക്കാരിയാണ്. വസ്ത്രം ഞാൻ ശ്രദ്ധിച്ചിരുന്നില്ല, പക്ഷെ നിങ്ങൾ ആ മുഖത്തെ നെറ്റിത്തടം കണ്ടാൽ അറിയാം അവിടെ ഒരു പോർച്ചുഗീസ് ജീൻ ഒളിഞ്ഞിരിപ്പുണ്ട്. അങ്ങനെയാണ് ഞാൻ ജോർജിയോനെ പരിചയപ്പെടുന്നത്. പിന്നീട് അയാളുടെ പല കാര്യങ്ങളും വളരെ കൗതുകരമായി തോന്നി. അതിൽ ഏറ്റവും അതിശയമായത് മറ്റൊരു കാര്യമാണ്. പിന്നെ നിങ്ങൾ വായിക്കുന്ന കഥയിലെ സോർബീസ് ഇല്ലേ, അത് എൻ്റെ അമ്മയുടെ ഒരു അകന്ന ബന്ധുവാണ്, സാക്കിസിന്റെ. അതെനിക്ക് തീർത്തും അതിശയകരമായിരുന്നു. പിന്നീടുള്ള എന്റെ ഗ്രീസിലെ യാത്ര ജോർജിയോ നിർണയിച്ചു. കോഴിക്കോട് 2019. ഡി, ഈ നിമിഷം നീ എന്നോടൊപ്പം ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന് ആഗ്രഹിച്ചു പോകുന്നു. ഈ നിമിഷം നീ എന്നോടൊപ്പം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോകുന്നു. നിന്റെ മടിയിൽ തല ചായച്ചു വെച്ചു കിടന്ന് എനിക്ക് ഇത്തിരി നേരം കരയണം. പണ്ട് എന്റെ മുടിയിഴകളിലൂടെ വിരലോടിച്ചിരുന്നപ്പോൾ എനിക്ക് കിട്ടിയിരുന്ന ആശ്വാസം ഞാനിപ്പോൾ വല്ലാതെ കാക്ഷിക്കുന്നു. എന്തൊരു നാശം പിടിച്ച ദിവസമാണിന്ന്. ഇങ്ങനെ ഒരു ദിവസം എന്റെ ജീവിതത്തിൽ ഇല്ലായിരുന്നുവെങ്കിൽ എന്ന് എല്ലാ ദൈവങ്ങളെയും വിളിച്ച് പ്രാർത്ഥിച്ചു പോകും. സങ്കടനങ്ങളും വേദനകളും തിന്നുവാനും കെട്ട വാർത്തകൾ കേൾപ്പിക്കുവാനുമായി എന്തിനാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്? അവൻ ഇന്ന് ആരോടും യാത്ര പറയാതെ പോയി. നമ്മുടെ ഗുഹൻ 3 ആഴ്ച മുമ്പായിരുന്നു അവൻ മൾബറിയിൽ വന്നത്. ഓർമ്മയിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ഒരു കുറിപ്പേൽപ്പിച്ചത്. ഇത്തിരിയേറെ നേരം വർത്തമാനം പറയാനും ആര്യഭവനിൽ നിന്നൊരു മസാല ദോശ കഴിക്കാനും രാധയിൽ പോയി ഒരു സിനിമ കാണാനും അവൻ ആഗ്രഹിച്ചിരുന്നു. എന്നെ തിരക്കതിന് അനുവദിച്ചില്ല. വന്നപ്പോൾ മുതൽ അവന്റെ മുഖത്തൊരു വിഷാദ ചവി വീണ് കിടക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചിരുന്നു. അതിൽ പുതുമയൊന്നുമില്ലല്ലോ എന്ന് കരുതി അതേക്കുറിച്ച് ഞാനൊന്നും ചോദിച്ചതുമില്ല. ചോദിക്കാനുള്ള സ്വാസ്ഥ്യത്തിലായിരുന്നില്ല ഞാൻ. പുതിയൊരു സെറ്റ് പുസ്തകം പുറത്തിറക്കാനുള്ള അവസാന പണിത്തിരക്കിലായിരുന്നു. എന്നെ തേടി വന്ന സുഹൃത്തിനെ വേണ്ട വിധത്തിൽ സൽക്കരിക്കാനാവാതെ അവന്റെ കണ്ണിലെ നിരാശയും മനസ്സിലെ മുറിവുകളും തിരിച്ചറിയാനാവാത്തവണ്ണം തിരക്ക് പിടിച്ചവനും പണത്തിന് പിറകെ ഓടുന്നവനുമായി പോയതിൽ എനിക്ക് എന്നോട് തന്നെ പുച്ഛം തോന്നുന്നു. ഞാൻ വിജയിച്ചവനല്ല ഡെയ്സി, ഞാൻ തോറ്റുപോയവനാണ്. എന്നെ തോൽപ്പിച്ച്, എന്റെ ആർത്തികളെ തോൽപ്പിച്ച് അവൻ ശാന്തനായി മടങ്ങിയിരിക്കുന്നു. ഒരു തീവണ്ടിപ്പാത അവന് സംതൃപ്തി നൽകിയിരിക്കുന്നു. എങ്ങനെയാണ് ഒരാൾക്ക് തൻ്റെ കഴുത്ത് പാളങ്ങളിലേക്ക് ചേർത്ത് വെച്ച് നിശ്ചലനായി കിടന്നു കൊടുക്കാനാവുക? ചക്രങ്ങളുടെ പ്രകമ്പനം അടുത്തു വരുമ്പോഴെങ്കിലും പ്രാണൻ പിടഞ്ഞുടരില്ലേ? അതോ അത്ര മരവിച്ചു പോയൊരു മനസ്സാകുമോ അപ്പോഴുണ്ടാവുക? സർവ ആലംബനങ്ങളും നഷ്ടപ്പെട്ടത് കൊണ്ടല്ലേ അവനത് ചെയ്തിട്ടുണ്ടാവുക? എനിക്ക് പേടിയാവുന്നു. മരണത്തെക്കുറിച്ച്, മരണത്തിന്റെ ഇരുണ്ട കർത്തം എന്നെ പേടിപ്പിക്കും. കോഴിക്കോട് 1994. സാധാരണ വിദ്യാഭ്യാസം മാത്രം നേടിയിരുന്ന ഷെൽവിയുടെ പരന്ന അറിവിനെക്കുറിച്ച് എനിക്കെന്നും അത്ഭുതവും ആദരവുമായിരുന്നു. അവൻ്റെ 20കളിൽ എഴുതിയ കവിതകളിൽ പരന്നു കിടക്കുന്ന ബിംബങ്ങൾ അവനെ നന്നായി വെളിപ്പെടുത്തുന്നുണ്ട്. അവൻ്റെ പുസ്തകങ്ങളുടെ ആമുഖക്കുറിപ്പിൽ വന്നു നിറയുന്ന ലോർഗയും നെരൂദയും ബ്രത്തും ബോദ്ലെയറും മാത്രമല്ല, അമൃത ഷർഗിൽ, ജിബ്രാന്റെ വിശുദ്ധ വചനങ്ങൾ,
ക്ഷളോഘോവിന്റെ ഡോൺ, ഹരിപ്രസാദിന്റെ ബാംസുരി വായന, ചിത്ര സിംഗ് എന്ന ഗസൽ ഗായിക, ക്ലിയോപാട്രയും ടാഗോറും ദസ്തേവിസ്കിയും ഡാവിഞ്ചിയും തോറോവിന്റെ വാൾഡനും 4-ാം വയസ്സിൽ മുങ്ങിച്ചെത്ത മഗ്ദലന റോസ്മേരിയും മാർക്സും മാവോയും എസ്പെരാഡോ ഭാഷയുമൊക്കെ അവന്റെ കവിതകളിൽ നിറയുന്നു. ഗംഗോത്രിയിലെ ജലമാണ് നിന്റെ കണ്ണുകളിൽ എന്ന്, നട്ടുച്ചയിൽ ഞാൻ വളർത്തുന്നു നിന്റെ ഈ ഗസൽ ചെടികളെന്ന്, മൊസാൾട്ടിന്റെ സംഗീതത്താൽ ഒരു മാലാഖ വിശുദ്ധ ഗർഭം പോകുന്നുവെന്ന്, ആവിലായിലെ ത്രേസ്യ മേരിയോടൊരു കടങ്കഥ ചോദിക്കുന്നുവെന്ന്, കൊമ്പും വാടും ധരിച്ച മഡോണ കുഞ്ഞാടിന് കാവൽ നിൽക്കുന്നുവെന്ന്, ബീഥോവൻ സ്പർശിച്ചപ്പോൾ പിയാനോ കാടുകളെ പ്രാർത്ഥിച്ചു എന്ന്, വിശുദ്ധ വാൻഗോഗിനു വേണ്ടി എഴുതിയ പ്ലാവിലയിൽ തങ്ക സൂര്യോദയമെന്ന്, ഗോവണിപ്പടിയിലിരുന്ന് സ്വപ്നലില്ലികൾ തുന്നിയ മരിയ ഗൊരോത്തി എന്ന്, ഒരു പിക്കാസോ ചിത്രം പോലെ ചെറുമകളുടെ ഓമനയായ സ്ലേറ്റിൽ ഒരു ചുവക്കുപൂച്ചയെന്ന്, ലൂയി 11-ാമന്റെ കണ്ണുകളെ സ്നേഹിച്ച പെൺകുട്ടിയെന്ന്, അന്തന്റെ നക്ഷത്രമാകുന്ന ബഷീർ ഭാഷയെ നഗ്നനാക്കിയ സൂഫി എന്ന്, ബഷീറിന്റെ കഷണ്ടിയിൽ ഹുസൈൻ ചിത്രം ചമയ്ക്കുന്നുവെന്ന്, കമ്പ്യൂട്ടറിന്റെ ഓർമ്മയിൽ നിന്ന് ചേയുടെ താടി, മാവോയുടെ നെറ്റി, ഡിസ്നിയുടെ മിക്കി മൗസ്, കാളിയുടെ നാവ് എന്ന്, മഡോണയുടെ മുല കുടിക്കാൻ ഇറങ്ങി വരുന്ന ശിശുസർപ്പം എന്ന്, ഡ്രാക്കുളയുടെ പ്രാർത്ഥനാമുറിയിൽ ഗെറ്റ്സമൻ ചിത്രം തലകീഴായി തൂങ്ങുന്നുണ്ട് എന്നും എഴുതി എന്നെയും വായനക്കാരെയും ഒരുപോലെ അമ്പരപ്പിച്ചവനായിരുന്നു ഷെൽവി. ഭ്രാന്ത് ചായമാകുമ്പോൾ നാം അതിനെ ദാലി എന്ന് വിളിക്കുന്നു എന്ന് എഴുതിയവനെ ഭ്രാന്ത് അക്ഷരമാകുമ്പോൾ ഞാൻ ഷെൽവി എന്ന് വിളിച്ചിരുന്നു. 2023 ട്രീനിയ ദ്വീപ്. ജിപ്സികൾ പണ്ടേ സംഗീതോപകരണങ്ങൾ വായിക്കാൻ കേവന്മാരാണെന്ന് കേട്ടിട്ടുണ്ട്. ജോർജിയോ ഒഴിച്ചു കൊടുത്ത 2 ഗ്ലാസ് ഊസോ കൂടി ചെന്നതോടെ അതങ്ങ് കയറി കൊരുത്തു. അവിടെ കണ്ടൊരു പാറപ്പുറത്തിരുന്ന് മടിയിലേക്ക് സന്തൂരി വെച്ച് എത്ര അനായാസമായാണ് അയാളത് വായിക്കുന്നത്. കമ്പികളിന്മേലുള്ള അയാളുടെ കൈവേഗത ജന്മസിദ്ധം എന്നല്ലാതെ ഒന്നും പറയാനില്ലായിരുന്നു. ഇത്തിരി കഴിഞ്ഞപ്പോൾ ജോർജിയോ നൃത്തം ചെയ്യാൻ തുടങ്ങി. ഒരു സോർബ നൃത്തം. അത് കണ്ട് ഒഫീലിയയും അയാൾക്കൊപ്പം ചേർന്നു. പിന്നെ അവർ ഇരുവരും ചേർന്ന് പക്ഷി ചിറക് വരിച്ചതുപോലെ ആലസ്യ നൃത്തം. എത്ര നേരമാണത് നീണ്ടത്! ചില വേള റൊമാനിയും ജോർജിയയും തമ്മിൽ മത്സരിക്കുകയാണോ, അതോ ജോർജിയയും ഒഫീലിയയും തമ്മിൽ മത്സരിക്കുകയാണോ എന്ന് തോന്നിപ്പോയി. സത്യത്തിൽ മറ്റാർക്കും വേണ്ടിയല്ല, റൊമാനിക്ക് വേണ്ടി അവൻ വായിക്കുകയും സ്വന്തം ആഹ്ലാദത്തിന് വേണ്ടി ജോർജിയോ നൃത്തം വയ്ക്കുകയും സ്വയം ആസ്വദിക്കാൻ വേണ്ടി മാത്രം ഒഫീലിയ അതിൻ്റെ കൂടെ ചേരുകയുമായിരുന്നു. ദൈവമേ, ഈ രാത്രിയുടെ മനോഹരത ആസ്വദിക്കാൻ വേണ്ടിയാണല്ലോ ഇത്രകാലം ഞാൻ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നത്. നിന്റെ ഖജനാവിൽ ഇതുപോലെയുള്ള വിശുദ്ധരാത്രികൾ ബാക്കിയുണ്ടെങ്കിൽ എനിക്കിനിയും സമ്മാനിക്കണമേ. കോഴിക്കോട് 1997. ഷെൽവി, നീ ഈ ചെയ്യുന്നത് വൻ അബദ്ധമാണ്. മൾബറിയുടെ ആകെയുള്ള ആസ്തി എന്ന് പറയുന്നത് അതിന്റെ മൂല്യമാണ്. അതിന്റെ ഇടയിലാണ് നിന്റെ ഈ ഇറോട്ടിക് കഥകളും പൈസയും മദ്യവും തന്നു കഴിഞ്ഞാൽ എന്തും പ്രസിദ്ധീകരിക്കാന്നുള്ള തീരുമാനം. മൂല്യം നോക്കിയിരുന്നാൽ പണം എവിടുന്ന് വരുമെന്നാണ്. ആളുകൾക്ക് പുസ്തകം മടുത്തു തുടങ്ങി. അവർ ടിവിയുടെ പിന്നാലെയാണ്. അതിനിടയിൽ പെങ്ങന്മാരുടെ കല്യാണം, മക്കളുടെ പഠിത്തം, നമ്മുടെ ഈ വീടിന്റെ ലോൺ, ഇതിനൊക്കെ പണം വേണ്ടേ? ഞാനൊരു ദരിദ്രനായി ജനിച്ച് ദരിദ്രനായി തന്നെ മരിക്കണമെന്നാണോ നീ പറയുന്നത്? ഒരു 7-ാം കൂലിയുടെ ഭാര്യയായി ജീവിച്ചൊടുങ്ങാനാണോ നിന്റെ വിധി? ദാരിദ്ര്യം എന്താണെന്ന്, പട്ടിണി എന്താണെന്ന്, പണമില്ലാത്തവന്റെ വേദന എന്താണെന്ന് ജീവിതം കൊണ്ട് അനുഭവിച്ചറിഞ്ഞാണോ ഞാൻ? പണത്തിന്റെ പണിയിൽ പിറന്നവനെ നിനക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല. അതുകൊണ്ട് എന്റെ മൂല്യം വിറ്റ് ഞാൻ പണക്കാരനായി ജീവിക്കും. അന്തസ്സായി ഞാൻ എന്റെ മകളെ പോറ്റും. നല്ല ബ്രാൻഡഡ് വസ്ത്രം ധരിക്കും. മുന്തിയ വാരിൽ പോയി വീരടിക്കും. നല്ല തിയേറ്ററിൽ പോയി മമ്മൂട്ടിയുടെ പടം കാണും. എനിക്ക് ജീവിതം ഒന്നേ ഉള്ളൂ, അത് ഞാൻ ആസ്വദിക്കും. അതിനുവേണ്ടി ആയ കാലത്ത് ഇത്തിരി പണം ഉണ്ടാക്കി
എത്രയും പെട്ടെന്ന് ഈ പുസ്തക കച്ചവടത്തിൽ നിന്ന് ഓടിപ്പോണം. എനിക്ക് മറുപടി ഒന്നും ഉണ്ടായിരുന്നില്ല. മറുപടി പറഞ്ഞാലും അതിന് വിലയില്ലെന്ന് എനിക്കറിയാം. ഈ വീട്ടിൽ ഷെൽവി കാര്യങ്ങൾ തീരുമാനിക്കും, ഷെൽവി നടപ്പിലാക്കും. ഞാനും മോളും വെറും തരം താണ പ്രജകൾ മാത്രം. കോഴിക്കോട് 2020. നാൽപ്പതിൽ തന്നെ എനിക്ക് പ്രായമായിരിക്കുന്നു. ഞാൻ പതിയെ ക്ഷയിച്ചു തുടങ്ങിയിരിക്കുന്നു. എന്റെ സാഹിത്യ വിചാരങ്ങൾ പുതിയ കാലത്തിനോട് സംവേദിക്കുന്നില്ല. പുതിയ വായനക്കാരെ കുറിച്ചറിയാൻ എനിക്ക് സാധിക്കുന്നില്ല. അവരുടെ ആഴം കുറഞ്ഞ വായനാ സ്വഭാവങ്ങൾ അംഗീകരിക്കാൻ എനിക്ക് ആവുന്നുമില്ല. ഏതാണ് മുന്നോട്ട് നടക്കേണ്ട വഴിയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നിന്റെ പിന്തുണയും മാർഗനിർദ്ദേശങ്ങളും ആവശ്യമുള്ള ഒരു കാലത്തിലാണ് ഞാനിപ്പോൾ എത്തി നിൽക്കുന്നത്. ഭൂമിയിൽ ആരെയും വിശ്വസിക്കാനാവാത്ത ഒരു മാനസിക തകർച്ചയിൽ ഞാൻ എത്തി നിൽക്കുന്നു. മൾബറിയുടെ തുടക്കകാലത്തിൽ എന്ന പോലെ എനിക്ക് നീ കൂടെ വേണം. നീ ഇല്ലാതെ ഈ കയത്തിൽ നിന്ന് എനിക്ക് കരകയറാനാവില്ല. നീ വേഗം കോഴിക്കോടിന് മടങ്ങി വരണം. നമുക്ക് നമ്മുടെ സ്വപ്നം തകരാതെ സൂക്ഷിക്കേണ്ടതുണ്ട്. മൾബറി എന്നേക്കാൾ അധികം നിന്റേതായിരുന്നല്ലോ. ഡേയ്സി ഇല്ലാത്ത മൾബറി ഒട്ടച്ചിറകുള്ള ഒരു പക്ഷി മാത്രമാണെന്ന് ഈ വൈകിയ വേളയിൽ ഞാൻ തിരിച്ചറിയുന്നു. അവന്റെ ഏറ്റവും പ്രിയപ്പെട്ട പുസ്തകം നൊസ്റ്റാൾജിയ ആയിരുന്നു. മരിക്കുമ്പോ അതിലെ കവിതകൾ എനിക്കൊപ്പം വെക്കണമെന്ന് അവൻ ചില രാത്രികളിൽ പറയാറുണ്ട്. എന്നാൽ ഒന്നും നടന്നില്ല. വല്ലാതെ മഴയുള്ള ആ ഓഗസ്റ്റ് മാസത്തിലെ ദിവസത്തിൽ ആരാണ് അവനെ ആ കയർ കുരുക്കിൽ നിന്ന് അഴിച്ചിറക്കിയത്? ആരാ അവനെ ഈ വീട്ടിൽ നിന്ന് കൊണ്ടുപോയത്? ആരാ അവന്റെ മുഖത്ത് മറച്ചു വെച്ചത്? ആരാ അവന് പെട്ടി ഒരുക്കിയത്? ആരാണ് അവനെ കല്ലറയിലേക്ക് ഇറക്കിയത്? ആരാ അവന്റെ കുഴിയിൽ കുന്തിരിക്കവും പൂക്കളും അറിഞ്ഞത്? അറിയില്ല ഒന്നും. ഞാൻ മരവിച്ച പോലെ ഇരിക്കുകയായിരുന്നു. എനിക്ക് അവനോട് യാത്ര പറഞ്ഞു പോകാൻ പറ്റിയില്ല. നിക്കോസ്
കസാൻസാക്കിസ് ഇങ്ങനെ എഴുതി: അവർ എന്നെക്കുറിച്ച് കരുതിയത് പണ്ഡിതൻ, ബുദ്ധിജീവി, എഴുത്തുകാരൻ എന്നൊക്കെയാണ്. എന്നാൽ ഞാൻ ഇതൊന്നുമായിരുന്നില്ല. ഞാൻ എഴുതുമ്പോൾ എൻ്റെ വിരലുകളിൽ പടർന്നത് മഷിയായിരുന്നില്ല, രക്തമായിരുന്നു. ഞാൻ എഴുതുമ്പോൾ എൻ്റെ വിരലുകളിൽ പടർന്നത് മഷിയായിരുന്നില്ല, രക്തമായിരുന്നു. ഞാൻ ഇതിൽ കൂടുതൽ മറ്റൊന്നുമല്ല. എന്നോടൊപ്പം പതുക്കെ നടക്കുക, എന്നോടൊപ്പം പതുക്കെ നടക്കുക. ഓർമ്മകളുടെ പോലും ശബ്ദം കേൾക്കാത്ത വിധം ഈ പൗർണമിരാവ് എത്ര സുന്ദരമെന്നറിയുക. അന്ധനെ പോലെ നീ നിലാവ് കൈകൾ കൊണ്ട് സ്പർശിക്കുക. മാലാഖമാ ഭൂമിയിൽ നടക്കുകയും വിധമെന്ന് എന്നോട് പറയുക, എന്നോട് പറയുക, എന്നോട് പറയുക, എന്നോട് പറയുക. മൾബറി, എന്നോട് നിന്റെ സോർബയെ കുറിച്ച് പറയുക. ബെന്യാമിന്റെ നോവൽ. ഇതിൽ പങ്കെടുത്ത ആളുകളെ പരിചയപ്പെടുത്തുന്നു. ആതിര, കാർത്തിക്, ഈ അവതരണത്തിന് നിമിത്തമായ ബെന്യാമിൻ, ആര്യ, വിഷ്ണു, അശ്വതി, ജോഷി പടമാടൻ, അദ്ദേഹമാണ് സംഗീതത്തിൻ്റെ മേലോട്ട് നിർവഹിച്ചത്, മിഥുലേഷ്, ഉമേഷ് സുധാകർ, ഹർഷൽ, പിന്നെ ഞാൻ ചന്ദ്രദാസൻ, ഷാജി, ശ്രീദീപ്, ഷാജി ജോസഫ്, ശ്രീദീപ് ഏകോപനം. അവതരിപ്പിച്ചത് ലോകധർമ്മി നാടക സംഘം, കൊച്ചി.